ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. അതുപോലെ തന്നെ ഒരു ക്ലീനിങ് ടിപ്സും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മുരിങ്ങയ്ക്കായ്ക്കൊക്കെ നല്ല വിലയുള്ള ടൈമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ മുരിങ്ങയ്ക്ക വാങ്ങി കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയ്ക്ക വാടി ഉണങ്ങിപ്പോവും. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മളിതുപോലെ മുരിങ്ങയ്ക്ക എല്ലാം എടുത്തതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചിരണ്ടി എടുത്തതിന് ശേഷം നമുക്കിതുപോലൊക്കെ ഓരോ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ചിരുന്നാൽ ഒരു കാരണവശാലും ഇത് വാടിപ്പോത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇതുപോലൊക്കെ കുറച്ചുണ്ടാവുമല്ലോ. അത് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും കാണത്തില്ല. അതുപോലൊക്കെ തന്നെ 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പുളിച്ച് കയറിയ ദോശമാവായിരിക്കും. അപ്പം നമ്മൾ സാധാരണ അതൊന്നിനും ഇല്ലാത്തതുകൊണ്ട് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കളയേണ്ട കാര്യമില്ല. ഞാനിത് ഇഡ്ഡലിക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഇതിനകത്ത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് നമുക്കെടുത്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ പകുതി നമുക്ക് എടുക്കാവുന്നതാണ്. 2 ടിപ്പായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഞാനിവിടെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മാവ് മാറ്റിയിട്ടുണ്ട്. ബാക്കി ബാലൻസ് മാവ് ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്, പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ദോശമാവും ഈ ഒരു ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെറും 10 രൂപ മാത്രമുള്ള ഉജാലയാണ്. ഉജാലയെന്ന് പറഞ്ഞാൽ വെണ്മയ്ക്ക് വളരെയധികം നല്ലതാണ്. അത് നമുക്കൊരു 2-3 തുള്ളി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉജാലയാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഉപ്പാണെങ്കിലും ക്ലീനിങ്ങിനും അതുപോലെ അഴുക്ക് പോകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഫസ്റ്റിന് ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് കത്തി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തുരുമ്പ് പിടിച്ചതും അഴുക്ക് പിടിച്ചതുമായിട്ടൊക്കെയുള്ള കത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു തുരുമ്പും അഴുക്കും ഒക്കെ പോയി നല്ല പുതുപുത്തനാവാനായിട്ട് നമുക്ക് ഈ ഒരു ഉജാല വെള്ളം മതി. ഉജാലയും അതുപോലത്തെ തന്നെ നമ്മൾ ആ ഉപ്പും ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു സൊല്യൂഷൻ മതി നമുക്ക്. അതിനി നമ്മൾ ഇതിലേക്കൊന്ന് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ പിച്ചാത്തിയുടെ കളർ കണ്ടു കാണുമല്ലോ. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കാം എങ്ങനെയാണെന്ന്. നല്ല പുത്തനായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴകിയ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു പഴയൊരു കത്രിക എടുത്തിട്ടുണ്ട്. അത് ഞാനിതുപോലെ ഇതിൻ്റെ കളർ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അവിടെ ഇതുപോലെ കുറേശ്ശെ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകാവുന്നതാണ്.
അപ്പോൾ ഇതാ എല്ലാം ഞാനൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒന്ന് കാണിക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ പഴയ നേരത്തെ കണ്ട ആ ഒരു വൈറ്റ് കളർ മാറി നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കത്രിക നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട്. ആ തുരുമ്പ്, അഴുക്ക്, കറുത്ത കറ ഇതെല്ലാം പോയി നല്ല പുതുക്കനാവും. കണ്ടില്ലേ, ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പിടിയിലൊക്കെ ഇരുന്ന അഴുക്കൊക്കെ പോയി പുതുപുത്തനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തുരുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് കണ്ടില്ലേ നല്ല പോലൊക്കെ വെളുത്തില്ലേ. ഞാനിവിടെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് കഴുകാൻ പറ്റുന്നത്. കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേണ്ട ഈ ഒരു പൈപ്പ് കണ്ടില്ലേ, പൈപ്പിലും കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, അഴുക്ക് അതുപോലെ ഇളകും. പ്രത്യേകിച്ചും ദോശമാവെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നതുകൊണ്ട് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് ഉഴുന്നെന്ന് പറഞ്ഞാൽ. അതേപോലെ ഉപ്പാണെങ്കിലും ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്, അണുക്കളൊക്കെ നശിക്കാനും നല്ലതാണ്. ഉജാല പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങൾ തൊട്ടേ തുണി, വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല ഒന്നുകൂടെ വെണ്മയുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉജാല ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉജാലയാണെങ്കിലും ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. ഇല്ല, നമ്മൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് കഴുകിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ ഇത് നല്ല വെളുത്ത കളറായിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്തതായിട്ട് നമ്മുടെ കിച്ചണിലെ വലിയൊരു പ്രശ്നമാണ്, നമ്മൾ സിങ്ക് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും സിങ്ക് അതുപോലൊക്കെ തന്നെ വീണ്ടും അഴുക്കാവും. അതിന് പറ്റിയ നല്ലൊരു റെമഡിയാണ് ഇത്. ഈ ഒരു ഉജാലയാണെങ്കിൽ ഉപ്പ് ചേർത്ത ഈ ഒരു ദോശമാവ് വളരെ നല്ലതാണ്. ദോശമാവാണെങ്കിൽ നമ്മുടെ സിങ്കൊക്കെ വെട്ടിത്തിളങ്ങാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മൾ ഒത്തിരി നേരം ഒന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. ഒഴിച്ച് അന്നേരം തന്നെ നമുക്കൊരു ചീസ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകി കളയാവുന്നതാണ്. ഇതാ നിങ്ങൾ ഈ അഴുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. ഒത്തിരി ഒന്നും നമ്മൾ ഹാർഡായിട്ടൊന്നും കിടന്ന് കട്ടി പിടിച്ചൊന്നും നമ്മൾ കഴുകേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ വെള്ളം ഒഴിച്ചൊന്ന് കാണിക്കാം. നമ്മൾ സാധാരണ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിലൊക്കെ എത്രയോ നല്ലതാണ്. നമുക്ക് പൈസയും ലാഭം, ടൈമും ലാഭം. ലിക്വിഡൊന്നും ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമില്ല. ഈ ഒരു വെറും 10 രൂപ മാത്രം കൊടുത്താൽ കിട്ടുന്ന ഒരു ജാല മതി. പിന്നെ ഉപ്പാണെങ്കിലും ദോശമാവാണെങ്കിലും നമ്മുടെ വീട്ടിൽ അധികമൊക്കെ എന്തായാലും വരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സിങ്കൊക്കെ ഒന്ന് വാഷ് ബേസിനും ഒക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. സിങ്കും വാഷ് ബേസിനും ഒക്കെ ക്ലീൻ ചെയ്യാം. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കതാ കണ്ടില്ലേ, പുത്തനായിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പം നമ്മളിനി ആ ബാക്കി ബാലൻസ് വന്ന ആ ഒരു ഉജാല ഒഴിച്ച ആ ഒരു ദോശമാവ് ഉണ്ട്. ഇതിലേക്ക് നമ്മളിനി ക്ലീൻ ചെയ്യാനായിട്ട് തേയിലക്കൊത്തുണ്ടല്ലോ, നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു തേയിലക്കൊത്ത് നമ്മൾ സാധാരണ വെറുതെ കളയുവാണ് ചെയ്യുന്നത്. തേയിലക്കൊത്ത് നമുക്ക് വളരെയധികം നല്ലതാണ് ക്ലീനിങ്ങിന്. അപ്പം ഞാനത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു തേയിലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പം ഗ്യാസ് സ്റ്റൗവിന് നിങ്ങൾക്ക് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുക്കുക. ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ തേയിലപ്പൊടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. ഒരു തരിതരിപ്പ് പോലെ കൊണ്ടാവുമല്ലോ, തരി പോലൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ക്ലീൻ ആവും. ഇതിൽ നിറച്ച് അഴുക്കുണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇതേപോലെ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് ക്ലീൻ ആവും. ഇനി നമുക്കിതൊരു പഴയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. ആദ്യം നമുക്കിതുപോലൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. എന്താ കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് തുടച്ച് ആദ്യം ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു തുണി നമുക്ക് നനച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു പാർട്ട് മാത്രമേ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുള്ളൂ, ജസ്റ്റ് ക്ലീൻ ചെയ്തത്. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് എടുക്കേണ്ടി വരും വീഡിയോയ്ക്ക്.
ഇനി ആ തുണി ഞാനൊന്ന് നനച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പുതുപുത്തനായിട്ടില്ലേ നമ്മുടെ ആ ഒരു സിങ്ക്, ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കണ്ടില്ലേ, നല്ല പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ഈ ഒരു കോട്ടൺ തുണി വെച്ച് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ആ തുണി ഞാനൊന്ന് നനച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പുതുപുത്തനായിട്ടില്ലേ നമ്മുടെ ആ ഒരു സിങ്ക്, ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കണ്ടില്ലേ, നല്ല പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ഈ ഒരു കോട്ടൺ തുണി വെച്ച് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ കുറച്ച് മാവ് ഇവിടെ മാറ്റി വെച്ചിരുന്നല്ലോ, നമ്മൾ ഉജാല ഒഴിക്കാതെ കൊണ്ട് മാറ്റി കുറച്ച് വെച്ചിരുന്നല്ലോ. ഇത് ഉജാലയുടെ ഒരു തുള്ളി അതിനകത്ത് വീണതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉജാല ഒഴിച്ചു കൊടുക്കുന്നില്ല. ടോട്ടലി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ബാത്റൂമിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ തുണികളൊക്കെ കഴുകുന്ന ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ പെയിൻറ്റ് ബക്കറ്റ്, അതുപോലെ തന്നെ അല്ലാതെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ, കപ്പുകൾ, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ഐറ്റംസും നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. കപ്പിൽ ചെറുതായിട്ട് ഞാൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ കഴുകുന്നതാണ്. അതുകൊണ്ട് വലുതായിട്ട് അഴുക്കില്ല. എങ്കിലും ഞാനിപ്പോൾ ഒന്ന് നിങ്ങളെ കഴുകി കാണിക്കാം. അപ്പോൾ നമ്മളിത് കഴുകുമ്പോൾ സ്പോഞ്ചിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ചിട്ടല്ല കഴുകുന്നത്, നമ്മളല്ലാതാണ് കഴുകുന്നത്. അതൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ഇതിൽ പോറൽ വീഴും. പിന്നെ കുറച്ച് പഴകിയതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ടൊരു പഴുത്ത മാവിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മാവില വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ക്ലീൻ ആവും, ബക്കറ്റാണെങ്കിലും കപ്പാണെങ്കിലും. അപ്പോൾ ഈ ഒരു സൈഡ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും, ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു ഇതുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിലൊന്ന് മുക്കിയതിന് ശേഷം, അതുപോലെ തന്നെ ഉപ്പൂടുള്ളത് കാരണം ഈ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഈ ബക്കറ്റിലൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല. ആ വഴുവഴുപ്പ് മാറാൻ വളരെ നല്ലതാണ്. ഉപ്പും ഈ ഒരു ദോശമാവും കൂടെ ആകുമ്പോൾ ആ ഒരു വഴുവഴുപ്പ് മാറിക്കിട്ടും. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം.